ലവ് അമലാണോ എന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും ശരിയല്ല. അനുവാണ്, അമലുമാണ്. രണ്ടും രണ്ട് പേഴ്സൺ ആണ്. പക്ഷേ അനുവിന്റെ ചാനലിൽ വന്നിരിക്കുന്ന കുറച്ച് കമന്റ്സ് സ്വന്തം പേര് പോലും ഇടാത്ത ഏതോ ഒരു മഹാത്തിയാണ് ഇട്ടേക്കുന്നത്. അടുത്ത ലവ് ആണോ എന്ന് ആയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ എന്താണുള്ളത് നിങ്ങൾ തുറന്നു പറയണം. എന്തിനു തുറന്നു പറയണം? അവരൊന്നും തുറന്നു പറഞ്ഞ എന്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ ഇരിക്കുന്ന അവസ്ഥ. ബട്ട് ലവ് പോലെ ആകരുത് പ്ലീസ്. പിന്നെ എന്തോ ഉദ്ദേശിക്കുന്നത്? ഒരാൾ തുറന്ന് പറയുമ്പോൾ പിന്നെ എന്തോ തുറന്നു ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വിചാരിക്കുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പനി അങ്ങോട്ട് അറിയിട്ടില്ല. ഞങ്ങൾ ഹോമിയോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. ഇന്ന് രാവിലെ ഒന്ന് ഹോമിയോയിൽ പോയിട്ട് വന്നിരിക്കണം. കുഞ്ഞുങ്ങൾ ഇന്നലെ രാത്രി ഭയങ്കര ഛർദിയും ആവശ്യനും എൻ്റെ ഈ കുഞ്ഞിനും എനിക്കൊക്കെ ചുമയായിരുന്നു, നല്ല ചുമയായിരുന്നു. എങ്കിൽ നമ്മൾ ആ ഹോമിയോ തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചു. കുറവില്ലെങ്കിൽ മാത്രം പിള്ളേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചോദിച്ചു നമ്മള് എന്താന്ന് വെച്ചാൽ ആമിക്ക് ആ ന്യൂമോണിയയുടെ ഒരു സ്റ്റേജ് വരെ നേരത്തെ എത്തിയിട്ടുള്ളതാണ്. അപ്പം വെച്ചുകൊണ്ടിരിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻ കേസ് ചുമ കൂടുതലാണെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ആക്കും കേട്ടോ. അപ്പൊ ആന്റിബയോട്ടിക് എടുക്കേണ്ട ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ എടുക്കും. കാരണം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഒന്ന് ഹോമിയോ 2 ദിവസം കൂടെ നോക്കാൻ പറഞ്ഞു. എന്നിട്ട് കുറവില്ല കൊണ്ട് കാണിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ അപ്പുറത്ത് ഇരിപ്പുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ. പനിയാണെങ്കിലും തകർത്തടിച്ച് ഇതുവഴി നടൻ വേണ്ട കേട്ടോ. അതെ. അപ്പൊ നമ്മൾ ഇന്നലെ Q&A ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇന്നത്തെ Q&A സെക്ഷനിൽ കുറച്ച് കാര്യം, അതായത് നമ്മുടെ ഈ ചാനലിൽ വന്നിരിക്കുന്ന എല്ലാ കമന്റ്സും വായിക്കും. ആ കൂട്ടത്തിൽ പറയാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ എപ്പോഴാണെങ്കിലും ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ആരെന്നാ വിചാരിക്കും നോക്കിയിട്ട് കാര്യമില്ല. കുറേ നാൾ മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. ആരെന്നാ വിചാരിക്കും എന്ന് അങ്ങനെ നമുക്ക് ഒരിക്കലും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ല. നമുക്ക് പറയാനുള്ള എന്തായാലും ഓപ്പണായിട്ട് തന്നെ പറയണം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒന്നും അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും തെറ്റായിരിക്കണം. ഇപ്പോൾ ആരോടാണെങ്കിലും അത് പറയേണ്ടതാണെങ്കിലും ആ ഓൺ ദി സ്പോട്ടിൽ തന്നെ പറയണം. അപ്പം നമുക്ക് നമ്മുടെ ചാനലിന്റെ തുടക്കത്തിൽ നമുക്ക് ഒരു 30,000 ഒക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ റീച്ചായി വരുവാണ്. എങ്കിലും ആ ഒരു സമയത്ത് നമുക്ക് നമുക്ക് ചാനലിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകും. കാരണം നമ്മുടെ ഡ്രീം റൈഡർ ചിന്നു അനുവാണ്. കാരണം അന്ന് ചിന്നു ഇല്ല. അനു നമ്മുടെ വീട്ടിൽ ഉപ്പുതറ വീട്ടിൽ വന്ന് ഇങ്ങനെ അവർ യൂട്യൂബ് ഫാമിലിനെയൊക്കെ കാണാം. അവർക്ക് കൂടുതൽ കമന്റ്സ് ഇങ്ങനെ ലവിനെ പോയി കാണണമെന്നൂടെ അവർക്കൊരു ഓപ്ഷൻ വന്നു. കുറേ ഫാമിലീസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് എങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോഴത്തേക്ക് അങ്ങനെ എന്നെ വിളിച്ച് നമ്മുടെ വീട്ടിൽ വന്ന് അനുവിന് നമ്മളൊരു പ്രാങ്ക് ഒക്കെ കൊടുത്ത് ആ വീഡിയോ ഒക്കെ റീച്ച് ആയി. അതുപോലെ അനുവിന്റെ ഫാമിലിയിലുള്ള അതായത് ഡ്രീം ആ ചാനൽ കാണുന്ന ആൾക്കാരെല്ലാം നമ്മുടെ ചാനലിൽ പിന്നെയും കാണാൻ തുടങ്ങി. നമുക്ക് പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടായി. ഓൾറെഡി നമ്മൾ ഗ്രോത്ത് പയ്യെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടായി. അതിന് എപ്പോഴും നമ്മൾ അനുവിനോടും ചിന്നുവിനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തുമില്ല. കാരണം നമുക്ക് തുടക്കത്തിൽ ഒത്തിരി പേരുണ്ട്. അതെ. അപ്പം ഇപ്പം കറന്റ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടേതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റുമല്ലോ. കാരണം നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ ജാതിപരമായിട്ട് ഉള്ള പ്രശ്നം, അതായത് എന്റെ വീട്ടുകാർക്ക് ജാതി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ എല്ലാം നേടി കഴിഞ്ഞിട്ട് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. പിന്നെ എന്നെ ഇറങ്ങിപ്പോടാ മോനെ എന്ന് നിന്റെ മകളെയും ഭാര്യനെയും വിളിച്ച സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോടാന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അത്രയും തീവ്രമല്ലാത്ത എനിക്ക് അറിയത്തില്ല, നമ്മളൊക്കെ അവരൊന്നും അറിയത്തില്ല എന്തോ കാര്യങ്ങളൊന്നും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് അവരുടെ ചാനലിൽ വന്ന് കുറെ കമന്റ്സിനും എന്തായാലും എനിക്ക് റിപ്ലൈ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അത് പറയണം, അത് നമ്മളിത് പറയട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ ചാനലിലെ കാര്യങ്ങളൊന്ന് സംസാരിച്ച് പോയിട്ട് അതിലോട്ട് പോകാം അല്ലേ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം കേട്ടോ. യെസ്. അപ്പം ആദ്യത്തെ ഏറ്റവും അവസാനത്തും തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നലെ വായിച്ച് നിർത്തി എവിടെയാന്ന് അറിയാലേ. അപ്പം സുനി മനോജ് ഹായ് ചേച്ചി. ഹായ് ആണ് ഇട്ടെങ്ങനെ കേട്ടോ. ഹായ്. അടുത്തത് എന്തോ കാണത്തില്ല, ഇപ്പോഴത്തെ കേട്ടെ. സ്നിഗ്ധ സുധാകരൻ. വാവയുടെ മാരേജ് അടുത്തുണ്ടാവും, പണിയൊക്കെ സെറ്റ് ആയില്ലേ? കുമാരിയമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്താ പറഞ്ഞു? വാവയുടെ മാരേജ് എന്തായാലും വാവ നമ്മളെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എന്തായാലും അറിയുക കേട്ടോ. അവർക്ക് ജോലി സെറ്റായി, അവളൊന്ന് ലൈഫിൽ മൊത്തമായിട്ടൊന്ന് സെറ്റായി ഒന്ന് മാറട്ടെ കേട്ടോ. കുമാരിയമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ഡോക്ടർ എന്താ പറഞ്ഞു? നമ്മൾ കഴിഞ്ഞ ദിവസം നൈറ്റ് അമ്മയ്ക്ക് കാലിന് വേദന സഹിക്കാൻ വയ്യ, ഭയങ്കരമായിട്ട് നീരിങ്ങനെ എന്താ 2 കാലിന് വലിപ്പത്തിലേക്ക് വരെ ആയിരുന്നു. ഒരു കാലെന്ന് വെച്ചാൽ ഭയങ്കര നീരായി. അപ്പം അത് അമ്മ എണീറ്റ് നടക്കാൻ തുടങ്ങിയതിൻ്റെതായിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു. കാരണം സപ്പോർട്ട് ഇല്ലാതെ ഇത്രയും നാൾ നടക്കാതെ ഇരുന്നിട്ട് നടന്നപ്പോൾ ഉണ്ടായ ഒരു റിയാക്ഷൻ. അപ്പോൾ രാത്രി ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴും ഡോക്ടർ ഇത് തന്നെയാണ് പറഞ്ഞത്, ഇങ്ങനെ നടക്കാൻ തുടങ്ങിയതിൻ്റെതാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അപ്പോൾ ഓക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞ് നമ്മളെ വിട്ടു കേട്ടോ. അപ്പോൾ അമ്മ ഓക്കെ ആയി വരുന്നു. ലേഖ ആന്റണി അമ്മയെ മക്കളെ ഷെഡിൽ താമസിച്ചാൽ കുഞ്ഞുങ്ങളും ചിറ്റാമ്മയൊക്കെ മഴയൊക്കെ ആകുമ്പോൾ തണുപ്പും ഒക്കെ ബുദ്ധിമുട്ടാവില്ലേ? അതുപോലെ കുമാരിയമ്മയ്ക്ക് ഇപ്പം നീര് കുറഞ്ഞോന്ന് ചോദിച്ചാൽ നീരുണ്ട് അമ്മയെ, കാലിൽ നീരുണ്ട്. ഷെഡിന്റെ കാര്യമൊന്നും തീരുമാനിച്ചിട്ടില്ല, ഇവിടുത്തെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഇതുവരെ. ഇൻ കേസ് നമുക്ക് ഇനി വാടക കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞ് വന്നാൽ
അതെ, വാടകയ്ക്ക് ഇനിയിപ്പം നമ്മൾ വാടകയ്ക്ക് മാറേണ്ട ഒരു സിറ്റുവേഷൻ വന്നാലേ അതിനെ കുറിച്ച് കൂടുതൽ ഉള്ളൂ, അതിനെ കുറിച്ച് ആലോചിക്കത്തുള്ളേ. സുനി മാത്യു നെക്സ്റ്റ് ബേബി വേണമെന്നുണ്ടോ? നെക്സ്റ്റ് ബേബി വേണമെന്ന് ആഗ്രഹിച്ചാലും നടക്കൂല. പക്ഷെ അത്ര തീവ്രമായിട്ട് ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ റീസർജറി, അതായത് ഞാൻ വാസക്ടമി, പലരും എന്നെ കളിയാക്കാറുണ്ട്, എങ്ങനെയൊക്കെ കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വാസക്ടമി ചെയ്തതന്നെ അവന്റെ ആ അതായത് ആണത്വം നഷ്ടപ്പെടുത്തി എന്ന ഒരു, പക്ഷേ മില്യൺസ് ഓഫ് ആൾക്കാർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തതുണ്ട് കേട്ടോ. ഫേസ്ബുക്കിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മില്യൺസ് ഓഫ് ആൾക്കാർ ആ വീഡിയോസ് കണ്ട് ആ ഒരു ഷോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒത്തിരി, അതായത് നമ്മുടെ ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ വരെ അത് എല്ലാ ഗ്രൂപ്പുകളിലും, അതായത് കേരളത്തിലുള്ള എല്ലാ ഹോസ്പിറ്റലിന്റെ എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ സാറ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ, അതായത് അമ്മയുടെ സാറെന്ന് പറയാം കേട്ടോ. അമ്മയുടെ അവിടുത്തെ ഹെഡായിട്ട് വരും, സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് ഞാൻ അതിന് റെഡിയായി ചെന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അത് പുറത്തോട്ട് നല്ല രീതിയിൽ പോയപ്പോൾ സന്തോഷം. പക്ഷേ പല ആൾക്കാരും നമ്മളെ അത് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പല ആൾക്കാരും എന്നെ അത് ഷണ്ടൻ, പിന്നെ പുരുഷത്വം നഷ്ടപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാര്യയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിൽ ഇനി അവർക്ക് പ്രസവം നടത്താൻ പറ്റുകയില്ല. കാരണം അത് പിന്നെയും സർജറി, ഓൾറെഡി എനിക്ക് എൻ്റെ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു, അവർക്ക് അല്ലാതെ സർജറി ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് പറ്റത്തില്ല, അവർക്ക് അതിനോട് വേദന സഹിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു വേദനയുള്ളൂ കേട്ടോ. അപ്പോൾ വാസക്ടമി ചെയ്തു. അതിൻ്റെ പേര് പിന്നെ ഒരുപാട് എനിക്ക് സന്തോഷമുള്ള കാര്യം, എന്നെ ഒരുപാട് ആളുകൾ വിളിച്ച്, ഒരുപാട് ചേട്ടന്മാർ എന്നെ വിളിച്ച് ഇത് പ്രശ്നമുണ്ടോ, വേദനയുണ്ടോ, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോർമലായിട്ടുള്ള ഒരു തിങ്, അതായത് നമ്മുടെ ഭാര്യ എങ്ങനെ പ്രസവം നടത്തുന്നു അതുപോലെ തന്നെ പുരുഷൻ പ്രസവം നടത്തുന്നതിനാണ് വാസക്ടമി എന്ന് പറയുന്നത്. നിസ്സാര കാര്യം. ഭാര്യയിൽ നിന്ന് അവർക്ക് ഭയങ്കര പെയിൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ 1% പോലും പെയിൻ ഈ ഒരു സർജറി കൂടെ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. അപ്പം എന്നെ ഷണ്ടനൊക്കെ വിളിച്ചുകൊണ്ടിരുന്നവർ അങ്ങനെ വിളിച്ച് ജീവിച്ച് മരിച്ചു. അതേ അവർക്ക് പിന്നെ ഒരിക്കലും തിരുത്താൻ പറ്റുമല്ല. അങ്ങനെയുള്ള ക്യാരക്ടർ ഉള്ളവരാണ് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ അങ്ങനെ വിളിച്ചത് ഒത്തിരി പേരുണ്ട് കേട്ടോ, ഒന്നും യാതൊരു വിഷയമില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ബേബി വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇപ്പം നടക്കില്ല. ഞാൻ വാസക്ടമി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വാസക്ടമിയെ കുറിച്ച് അറിഞ്ഞത് ഈയിടെ മമ്മൂക്കയുടെ ഒരു സിനിമ വന്നപ്പം മമ്മൂക്കേനെ കൂട്ടുകാർ ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കും. അത് മമ്മൂക്കേനെ പിടിച്ചിട്ട് ഇതാണ് വാസക്ടമിയാണ് അതിനകത്ത് ചെയ്യുന്നത്. പണിമാര് ദേഷ്യം കയറിയിട്ട് ചെയ്യുന്നത് കുഞ്ഞുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നമുക്ക് കുറച്ച് 10 വർഷം കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ വേണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും സർജറി ചെയ്ത് പഴയ രൂപത്തിലാകാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ സാധിക്കാൻ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. അപ്പോൾ സന്തോഷ് വാട്ട് അബൌട്ട് വാവിച്ച് ഒന്നും അറിയുന്നില്ല. വാവിച്ച് സുഖമായിട്ടിരിക്കും സന്തോഷ് ചേട്ടാ. ചിന്നു ലച്ചുട്ടി വീട്ടിൽ നല്ല കുറുമ്പിയാണോ? ആമിച്ചിന് ലച്ചുട്ടി അത് ഇന്നലെ വായിച്ചായിരുന്നേ. ഷീല ജോർജ് ഞങ്ങളുടെ ആമിച്ചൻ അത് ഇന്നലെ വായിച്ചായിരുന്നു. ഞങ്ങളുടെ ആമിച്ചന് തൊട്ട് കളിച്ചാൽ ലച്ചുപ്പൊന്ന് അടി മേടിക്കും ഉമ്മ. അത് നമ്മളിപ്പോൾ ചെറുതായിട്ട് വഴക്കൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ആദ്യ കുട്ടൂസുകളുടെ അപ്പൂസെ കുഞ്ചുസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും എന്താണ് വെട്ടിത്തിറന്ന് ഇങ്ങനെ പറയാൻ പോകുന്നത്. ഒരു അമ്പലത്തിൽ പോയാൽ പോലും ഏത് അമ്പലത്തിലാണ് എന്താണ് വഴിപാട് നടത്തിയ എല്ലാം പബ്ലിക്കിൽ കാണിക്കരുത്. പിന്നെ അപ്പവും കുഞ്ചുവും ഇഷ്ടത്തിലാണെങ്കിൽ ബിംബുവിൻ്റെ വീട്ടിൽ ഒരു ദിവസം പെങ്ങളുകുട്ടിയെ കാണാൻ പോകണം. അവർ നല്ല അയൽക്കാരാണ്. ചെറിയ മാര ചൊറച്ചിൽ 2 ഭാഗത്തും. പക്ഷെ അമ്മ അവസാനം എഴുതിയേക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ, കറക്റ്റ് അറിയത്തില്ല. അത് അമ്മയോട് പറയാനായിട്ടുള്ളത്. അമ്മയുടെ അമ്മ മരിച്ച ആ ഒരു വിവരം നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ എക്സാം എഴുതാൻ പോയപ്പോഴാണ് തോന്നുന്നു അമ്മ കമൻറ്റ് ഇട്ടത്. അത് പിന്നീടാണ് അറിഞ്ഞത്, അമ്മയുടെ അമ്മ മരിച്ചെന്നൊരു കമൻറ്റ്. ഞാനത് പിന്നീടാണ് കണ്ടത്. അപ്പോൾ അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് ഉറപ്പായിട്ടും. പിന്നെ അത് അമ്മ ഇതിനകത്ത് അമ്മു ഇഷ്ടത്തിലാണെങ്കിൽ ബിംബുവിൻ്റെ ചിലപ്പോൾ ആ ഉപ്പരക്കാരെ കുറിച്ച് ആയിരിക്കും പറയുന്നത്. എനിക്ക് അവരെ കുറിച്ച് ആരെ കുറിച്ചും ഏത് വിനു അല്ല അതൊന്നല്ല. ഓക്കെ, അപ്പോൾ അവരെ കുറിച്ചൊന്നും എനിക്ക് പറയാനായിട്ട് യാതൊരു താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അത് വിട്ടേക്കാം. രേവതി എസ് നായർ, ഹലോ. അപ്പോൾ കുഞ്ചു കുമാരിയമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കാലിൽ കമ്പി എടുക്കാറ്? അമ്മയുടെ കമ്പി ഇപ്പൊ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ് ഡോക്ടർ പറഞ്ഞത്. കുഞ്ചുസിന്റെ ഇവിടെ റിബിന് അവിടെ ഒരു വേദന കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ചെയ്ത് വേദന കറങ്ങിയതാണ്. അപ്പത്തേക്ക് വേദന ഇത് വേദന കാരണമാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഞെൽവിളി വന്നത്. ഇവിടെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ ഒടിഞ്ഞു പോകും. ഞാനിങ്ങനെ അമ്മയുടെ കമ്പി എടുക്കാറായിട്ടില്ല കേട്ടോ, ഡോക്ടർ പറഞ്ഞാലേ എടുക്കാൻ പറ്റുള്ളൂ. വിപിൻ മേഘ ഹായ് 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 ഹായ്. അരിഫ 3 വീടുകളിലായാലും നിങ്ങൾ ഒരുമിച്ച് പഴയ പോലെ ആകാൻ ആഗ്രഹം. അമീലച്ചും ഒരിക്കലും നടക്കാത്ത ഒരു ആഗ്രഹമാണ്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷെ അതൊരിക്കലും നടക്കാൻ പോകുന്ന ഒരു ആഗ്രഹം അല്ലാന്ന് നമുക്ക് നല്ലപോലെ അറിയാം. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ എത്ര ഇതിലോട്ട് താന്നു കൊടുത്താലും നമ്മുടെ തല അടിച്ച് പരത്തി ഭൂമിയിലോട്ട് താത്താൻ
താത്തി വെച്ചേക്കുവാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ, ഞാൻ ഇങ്ങനെ ആയി തീർന്നതാണ്. അതെനിക്ക് അറിയത്തില്ല. എനിക്ക് അതിനെക്കുറിച്ച് ഒരു സത്യം പറഞ്ഞ ഒരു ചിന്തയോ വരാറില്ല കേട്ടോ. ഞാൻ ആരെയും വീഡിയോസും കാണാറില്ല, ആരെയും മുഖം കാണാനും ആഗ്രഹിക്കാറില്ല. ഇൻ കേസ് ഇവിടെ ഫോണിൽ വന്നാൽ പോലും ഞാൻ കാണത്തില്ല കേട്ടോ. എനിക്കതിൽ താല്പര്യമില്ല. യൂസർ എച്ചും വാവച്ചി നാട്ടിൽ വരുമ്പോൾ മാരേജ് ഉണ്ടാവും. വാവച്ചി ഇല്ല, അവർക്ക് ഇനിയിപ്പോൾ ലീവ്, സ്കൂളിൽ ലീവ് കിട്ടുന്നത് 2 ആഴ്ചയൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ 2 ആഴ്ച എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ അവൾ വരും. മാരേജ് ഉടനെ ഒന്നും കാണുകയില്ല. ജസ്റ്റിൻ എബ്രാഹാം ആമിയാണോ ലക്ഷ്മിയാണോ പാവം? ആമിച്ചനാണ് കുറച്ചുകൂടെ പാവം. പിന്നെ അവള് വായി വരുന്നല്ലേ ഉള്ളു. ലക്ഷ്മി ഈ കുറുമ്പിന്റെ ടൈം ആണല്ലോ. ലക്ഷ്മിക്ക് എല്ലാവരോടും ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. അപ്പം ആമിച്ചൻ കുറച്ചുകൂടെ അത്ര എക്സ്പ്രസീവ് അല്ല. പക്ഷേ ലച്ചൂട്ടിക്ക് ഭയങ്കര സ്നേഹമാണ് എല്ലാവരുടെ അടുത്തും. അത് എന്നാ അവളുടെ ഒരു ഫീലിങ്സ് കാര്യങ്ങൾ കാണുമ്പോൾ ഞാനൊന്ന് എന്നാ എന്ന് ചോദിച്ചാൽ അവള് കരയും. ജസ്റ്റ് ഒന്ന് എന്നാന്ന് ചോദിച്ചാൽ കരയും. അപ്പം കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് ആക്ട് ചെയ്യാനൊന്നും അറിയത്തില്ലല്ലോ. അവരുടെ സത്യം എന്താണോ അതാണ് അവരുടെ മുഖത്ത് വരുന്നത്. അപ്പൊ ആമിച്ചൻ കുറച്ച് അവർക്ക് മനസ്സിൽ ഒത്തിരി സ്നേഹമുണ്ട്, പക്ഷെ എക്സ്പ്രസീവ് അല്ല ആളൊത്തിരി. അപ്പം ആമിച്ചൻ പക്ഷെ കൂടുതൽ പാവമാണ്. അപ്പൊ ഞാൻ വഴക്ക് പറഞ്ഞാൽ തല്ലിയാലും അവള് നല്ലപോലെ കാര്യം അങ്ങനെയില്ല വെച്ചോണ്ടിരിക്കുന്നു. ആമിച്ചന്റെ മനസ്സിൽ ഒരു സാധനം അവള് വെച്ചോണ്ടിരിക്കുന്നില്ല. അപ്പൊ ഞാനിപ്പൊ നല്ല 2 പെട കൊടുക്കുക. കാരണം അതുപോലെ കുരുത്തക്കേട് കാണിക്കുമ്പോഴേ ഞാൻ കൊടുക്കത്തുള്ളേ. നല്ല അപ്പം നമ്മൾ എന്തെങ്കിലും നമ്മൾ ശിക്ഷിച്ചിരിക്കണം. ആ ഒരു സമയത്ത് 2 അടിയൊക്കെ കൊടുത്ത് നല്ല കരച്ചിൽ ഇവിടെ കരഞ്ഞിട്ട് അവൾ അപ്പുറത്തോട്ട്, ആ കഥയിന് അപ്പുറത്തോട്ട് പോയിട്ട് അവിടെ നോക്കി എന്നെ പല്ലൊലിച്ച് കാണിക്കും. തിരിച്ചു വരും, കെട്ടിപ്പിടിക്കും, ഉമ്മ തരും. അത്ര ഉള്ള ആമിച്ചന്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ അതായത് അവിടെ കൊണ്ട് തീരുവാണ്. മനസ്സിൽ വെച്ചോണ്ട് അയ്യോ എന്നെ അച്ഛൻ തല്ലിയല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പിണങ്ങിയിരിക്കുന്ന പരിപാടി, അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ഇല്ല കേട്ടോ. ആമി കുഞ്ഞുങ്ങളായോണ്ടായിരിക്കാം, കുറച്ചുകൂടെ കഴിയുമ്പോൾ മാറുമായിരിക്കാം. അടുത്തത് ജിൻസി കോശി എക്സാമിന്റെ റിസൾട്ട് എന്ന് പറയും. എക്സാമിന്റെ റിസൾട്ട് അടുത്ത ഇതിലൂടെ വരത്തുള്ളൂ കേട്ടോ. ജസ്റ്റിൻ എബ്രാഹാം നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. ജിഷ ജേഷെ ഹായ് മോനെ, കുഞ്ചുസെ ലച്ചൂട്ട, ആമിപ്പൊന്നി, അമ്മ, ചിറ്റാമ്മ, അച്ഛ ഹായ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചി മോനെ. താങ്ക് യു സോ മച്ച്. ഞാനൊരു ഒരുപാട് ഇഷ്ടമാണ് മക്കളെ. ബാബച്ചിയുടെ വീഡിയോ കൂടി ഇടണേ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. എൻ്റെ പേര് ജിഷ ഹൈദരാബാദ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യമായ കാര്യം, അതാണ് വീഡിയോ ഇടാത്ത കേട്ടോ. മായ 2 സുന്ദരികളെ കാണാൻ ആഗ്രഹം പറ്റുമോ? ഉറപ്പായിട്ടും ചേച്ചി നമുക്ക് തുടക്കം തൊട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പറാണ് കേട്ടോ മായ ചേച്ചി. നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് അത് ചൂണ്ടിക്കാണിച്ച് അത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഫാമിലി മെമ്പറാണ്. നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഇപ്പം നിങ്ങൾ ഓരോരുത്തരും നമുക്കൊരു നെഗറ്റീവ് കണ്ടാലും അതായത് നമ്മൾ ശരിയാക്കാൻ നമ്മളെ മനഃപൂർവ്വം, അതായത് നമ്മളെ ഇഷ്ടമില്ലാണ്ട് നെഗറ്റീവ് കാണാൻ നമുക്ക് മനസ്സിലാവും. അതേപോലെ നമുക്ക് ഒരാൾ തിരുത്താൻ വേണ്ടിയിട്ട് ഒരു പറഞ്ഞു തരുന്നത് മനസ്സിലാവും. അങ്ങനെയുള്ള ഒരാളാണ് നമ്മൾ മായ ചേച്ചി അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് തോന്നിയിരിക്കുന്നത് പലപ്പോഴും കേട്ടോ. രശ്മി മണി ഹായ്, സുഖമാണോ? ഞാൻ ബസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ കട കാണാറുണ്ട്. ആദ്യം ലക്ഷ്യം സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. ഇപ്പൊ നിങ്ങൾ പെരുന്നമ്പലത്തിന് അടുത്താണല്ലേ? അതെ, എന്റെ അനിയത്തിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് അവിടെയാണ്. കറക്റ്റ് സ്ഥലം നമ്മൾ പെരുന്നമ്പലത്തിന് തൊട്ടടുത്ത് 100 മീറ്റർ ഉള്ളൂ നമ്മുടെ പെരുന്നമ്പലത്തിനടുത്ത് നമ്മുടെ വീട്ടിലോട്ട് കേട്ടോ. കറക്റ്റ് സ്ഥലം ഇവിടെ ലൊക്കേഷൻ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമ്മളൊരു സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും സാധനം ഓർഡർ ചെയ്താൽ പോലും ഇവിടെ ലൊക്കേഷനിൽ എത്തത്തില്ല. അമ്പലത്തിന് അവിടെ എത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത് ഞാൻ റോട്ടിൽ ഇറങ്ങി പോയെന്നാണ് മേടിക്കുന്നത് കേട്ടോ. കാരണം റോട്ടിൽ നിന്ന് കുറച്ച് അകത്തോട്ടാണ് വീട്. നിത്യാബാബു ഒന്നും ചോദിക്കുന്നില്ല എന്ത് സ്നേഹം. താങ്ക് യു. PS ദേവിക ഹലോ. ഷീന ഹായ്. ചേച്ചിയാണ്, എല്ലാം ചേച്ചിമാരാണ് കേട്ടോ. ഇങ്ങനെ പേര് വായിച്ചു പോകുമ്പോഴത്തേക്കും ഒന്നും വിചാരിക്കല്ലേ. അമ്മു 7299 അല്ലെ. എച്ചുട്ടിക്ക് എത്ര പല്ല്? എച്ചുട്ടിക്ക് അണപ്പല്ലെല്ലാം വന്നു കേട്ടോ. ആറ് പല്ലായിട്ടോ. എല്ലാവരോടും അന്വേഷണം പറയണേ. ലവ് ഫ്രം ട്രിവാൻഡ്രം ആറ്റിങ്ങൽ. ആമിച്ചൻ സ്കൂൾ ലൈഫായിട്ട് കണക്ട് ആയി. അവിടെ ചെന്നാൽ നമ്മളുമായിട്ട് മൈൻഡ് ചെയ്യത്തില്ല. അതായത് അവള് അകത്തോട്ട് കയറി കഴിയും മിണ്ടത്തില്ല. പോകുന്നു നേരെ തിരിഞ്ഞു പോകുന്ന പോലെയല്ല, നേരെ കയറി പോകുന്നു. തിരിച്ച് നമ്മൾ വിളിക്കാൻ പോകുമ്പോൾ നേരെ ഒന്നും മിണ്ടാതെ ഇറങ്ങി വരുന്നു. വണ്ടിയെ കയറുന്നു, വീടിന്റെ പടി കയറുന്നു. ആ ഒരു തുള്ളൽ എന്തോ ദേഹത്ത് കയറത്തില്ല, ആ ഒരു സാധനമാണ്. കേറി വരുമ്പോഴത്തേക്കും ദേഹത്ത് എന്തോ കയറുന്ന ഒരു പോലെയാ. അപ്പൊ തുടങ്ങും തുള്ളല്, പിന്നെ ചാട്ടമായി ഓട്ടമായി. ആള് ഭയങ്കര സൈലന്റ് ആണ് സ്കൂൾ ലൈഫിൽ. അതെന്താണെന്ന് അറിയത്തില്ല, ഒന്നും മാറി വരുന്നുണ്ട്. അടുത്തത് ട്രൂത്ത് റഡോറോ. നെക്സ്റ്റ് പാരക്കുള്ള പരിപാടി. നമ്മളൊരു Q&A ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ആർക്കും നമ്മളൊരു പാരയ്ക്ക് ഒന്നുമില്ല. നമ്മൾ എന്തുണ്ടോ അതാണ് ഓപ്പൺ ആയിട്ട് പറയുന്നത്. സുമാ തോമസ് ഹായ്. എന്ന ഹായ്.
ചിഞ്ചു ജോബിൻ, വാവച്ചിക്ക് എന്തൊക്കെയുണ്ട് വിശേഷം, നാട്ടിലേക്ക് എന്നാണ് വരുന്നത്? വാവച്ചി സുഖമായിട്ടിരിക്കുന്നു, നാട്ടിലോട്ട് അറിയത്തില്ല. അടുത്ത ജാസ പാത്തൂസ്, ഹായ് സുഖാണ് മക്കളെ, ഒരുപാട് ഇഷ്ടമാണ്. വാവ ഇപ്പോൾ വരുന്നില്ലേ? വാവ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളേ. ഒന്നും ചോദിക്കാനില്ല. ലച്ചുമ്മ ഹന പി കെ, ലച്ചുമ്മക്ക് ഒരു ഹായ് ഉണ്ട്. ഹായ് അഞ്ജലി ഷിജോ, ചോദ്യം ഒന്നും ഇല്ല, എന്നും സന്തോഷത്തോടെ ഇരിക്കും. പിന്നെ എന്റെ മക്കളോട് ഒരു ഹായ് പറയണം. ആദിത്യൻ, ശിഖ, ശ്രീദുർഗ, മക്കൾക്ക് ആവശ്യം ലച്ചുട്ടി ഒരുപാട് ഇഷ്ടമാണ്. ചെറിയ ആൾ അവിയുടെ പ്രായമാണ്. 3 മക്കൾക്കും ഹായ് കേട്ടോ. ചക്കരും എല്ലാവർക്കും. നിഷ ഉമ്മിന് എക്സാം റിസൾട്ട് എന്നാണ് വരുന്നത് ചോദിച്ചത്. അടുത്ത ഇയർ ആവുമായിരിക്കും ചേച്ചി. അഞ്ജലി അജിത്ത്, നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആണോ ഓർ നോട്ട്സ് അയച്ചു തരുമോ? ഇങ്ങനെ പഠിച്ചാൽ എല്ലാം ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. എത്ര വർഷമാണ് കോഴ്സ് കാലാവധി? നമുക്ക് ഞാനിപ്പോൾ ചെയ്യുന്ന കോഴ്സ് LLB ആണ്. അത് 3 വർഷ കോഴ്സാണ്. എനിക്ക് BSc ഉള്ളതുകൊണ്ടാണ് ഞാൻ BSc LLB ആണ്. അപ്പോൾ ഞാൻ പഠിച്ചു വരുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു നെയിമിൻ്റെ അപ്പുറത്ത് വരുന്ന ഒരു ലേബിൾ എന്ന് വെച്ചാൽ BA എടുക്കുന്നവർക്ക് BA LLB എടുക്കുക. അതായത് BA ഓൾറെഡി ഉള്ളവർക്ക് LLB എടുത്താൽ മതി. ഡിഗ്രി ഇല്ലാത്തവർക്ക് BA LLB അല്ലെങ്കിൽ BSc LLB നമുക്ക് ഡയറക്റ്റ് 5 വർഷ കോഴ്സ് എടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും അതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. പഠിക്കുന്ന കോളേജിൽ അഡ്മിഷൻ എടുത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ. കാരണം നമ്മളൊപ്പം വന്ന എക്സാം എഴുതാനും ഒക്കെ പറ്റും. പിന്നെ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഓൺലൈനായിട്ട് എനിക്ക് പ്രത്യേകം ഒരു മെൻറ്ററെ വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് ഒരു അഡ്വക്കേറ്റ് വെച്ചിട്ട്. കാരണം അത്യാവശ്യം എല്ലാം പഠിച്ചു വെക്കണം, എല്ലാം ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാം കംപ്ലീറ്റ് കോളേജ് നമുക്ക് കംപ്ലീറ്റ് സിലബസ് കാര്യങ്ങളെല്ലാം തരും. ആ കൂട്ടത്തിൽ നമ്മൾ പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് സെമിനാറിൻ്റെ കാര്യങ്ങളെല്ലാം പോയി പങ്കെടുക്കണം. എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് നമ്മൾ അവിടെ നമുക്ക് കറക്റ്റ് അറ്റൻഡൻസ് കാര്യങ്ങളെല്ലാം വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇനി ഇടയ്ക്കൊക്കെ നിങ്ങളുടെ അടുത്ത് മിസ്സാവും. അപ്പോൾ പോകണം, എനിക്ക് അവിടെ ക്ലാസ്സിന് പോകണം, എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഡയറക്റ്റ്, അതായത് അവിടെ കുട്ടികൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തിരി ഡിസ്റ്റൻസിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് എക്സെപ്ഷൻസ് തന്നേക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ അവിടെ പഠിക്കുന്ന കുട്ടികളിലൂടെ തന്നെ പോയി എക്സാം എഴുതുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ കേട്ടോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എൻ്റെ കൂടെ LLBക്ക് ചെയ്യാനായി നമ്മുടെ കൂടെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാ കോഴ്സും ഉണ്ട്. അതായത് ഡിഗ്രി എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. 88 48 65 79 69 ഇതിനകത്ത് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മളെല്ലാം ഹെൽപ്പും ചെയ്തു തരാം കേട്ടോ. നമ്മൾ ചുമയ്ക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ. കാരണം ചുമയാണ്, എനിക്കും തൊണ്ടെങ്കിൽ എനിക്ക് കുത്തി വരുന്നുണ്ട്. അടുത്തതേ റാസി ആയിഷ, ഹായ്, എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, വീഡിയോ കാണാറുണ്ട്. ലച്ചു ആമി അഞ്ഞുകൾക്ക് എത്ര ഏജ്? ആമികൾക്ക് 3 വയസ്സായി, ലച്ചുട്ടിക്ക് 1.5 വയസ്സാവുന്നത് കേട്ടോ. അതെ. ഷീബ അശോകൻ, അപ്പു ഇപ്പോൾ ചിലവ് കുറഞ്ഞ വീട് വെക്കാമല്ലോ, 5 ലക്ഷമൊക്കെ ആകും, അതോടെ നോക്കിക്കൂടെ? എല്ലാം അപ്പുവിന്റെ ഇഷ്ടം. അങ്ങനെ നമുക്ക് ലൈഫിലോ 5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ കയറ്റി വെക്കണം. അതേപോലെ നമുക്ക് ലൈഫ് ലോങ് ഒരു വീട് പണിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് ആണ്. ഇപ്പം ചെറിയ ചിലവിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊക്കെ അത്ര കാലാവധിയില്ല. മാക്സിമം ഒരു 10 വർഷം, അതിൽ കൂടുതലൊന്നും കാലാവധിയില്ല. പിന്നെ പുതിയൊരു വീടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട വരും. അപ്പോൾ എന്തായാലും ചെയ്യുമ്പം നല്ലപോലെ തന്നെ, ഒത്തിരി ആർഭാടത്തിലല്ല എങ്കിലും ഒരു അത്യാവശ്യം ഒരു 4 മുറിയിൽ, നമ്മൾ ഇത്രയും ഒരു കുടുംബമായതുകൊണ്ട് ഒരു 4 മുറിയിൽ നമുക്ക് എന്തായാലും മസ്റ്റായിട്ടും വേണം. ഇപ്പം തന്നെ നമ്മൾ വാടകയ്ക്ക് നമുക്ക് 3 മുറി എന്തായാലും ചിറ്റാമ്മ, ഞങ്ങൾക്ക്, അതുപോലെ അമ്മയ്ക്കൊക്കെ ഒരു 3 മുറി. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒരാൾ പമ്പിളിച്ചൊക്കെ വരുക പെട്ടെന്ന് അവർക്കൊന്ന് നമുക്ക് മാറി ഇപ്പോൾ കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേങ്കിൽ അവർക്കൂടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ വെല്ലുവിളിച്ച് എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവർക്കൂടെ ഒരു റൂം. അപ്പം മൊത്തം ഒരു 4 റൂമെന്ന രീതിയിലാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അത് 2 പണിയാൻ പറ്റുള്ളൂ. അത് അവിടെ കയറിയിട്ട് നമുക്ക് ബാക്കി പണിത് അങ്ങനെ ആക്കണമെന്നാണ് ആഗ്രഹം. അടുത്തത് ജയം വിജയ, അപ്പോന് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട്. ദിവസവും രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം, നാരായണൻ ചൊല്ലണം, കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കണം. എന്നെ മനസ്സിലായോ? ഞാനും മോളും ഏറ്റുമാനൂരമ്പലത്തിൽ പോയിട്ട് കടയിൽ കയറിയിരുന്നു. എൻ്റെ മകൻ്റെ കുഞ്ഞിനൊരു ഡ്രസ്സ് എടുത്തു. അന്നാണ് ആവശ്യത്തിന് വയ്യാതെ ഇരിക്കുന്ന സമയത്തായിരുന്നു. അതുകൊണ്ട് കുഞ്ഞൂസ് നല്ല ടെൻഷനായിരുന്നു. നിങ്ങളെയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഗോഡ് മക്കളെ, കുഞ്ഞുങ്ങൾക്ക് ചക്കര ഓർമ്മയുണ്ട്. താങ്ക് യു സോ മച്ച്. ഉറപ്പായിട്ടും കേട്ടോ. ആലൻ മരിയ പോളോ, ഇതൊക്കെ ഇന്നലെ വായിച്ചു. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചതാണ്. അപ്പം നമുക്ക് മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങളിലോട്ടൊന്ന് കിടക്കാം കേട്ടോ. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ്, അതായത് ഡ്രീം, നമ്മുടെ ഇതിനകത്ത് അനുവിൻ്റെ ചാനലിൽ വന്നിരിക്കുന്ന കുറച്ച് കമൻസ് വായിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അടുത്തത് അതായത് പ്രയോറിറ്റി ഇറ്റ്സ് യുവർ സെൽഫ്, അങ്ങനെ എന്താണ്, സ്വന്തം പേര് പോലും ഇടാത്ത ഏതോ ഒരു മഹാത്തിയാണ് കിട്ടേക്കുന്നത്. അടുത്ത VR ലവ് ആണോ എന്ന് ആയിട്ടുണ്ട്. അതിന് താഴെ മിഷ മേനോൻ, അതെ വ്യൂവേഴ്സിന് വേണ്ടി അവനെ കാപ്പി അടിക്കുന്നത്.
കോപ്പി അടിക്കുന്നത്, അതായത് വ്യൂസിന് വേണ്ടി എന്നെ കോപ്പി അടിക്കുന്നത്. ഡോക്ടർ മാളവിക അവരുടെ സീൻ എന്താ അത് അറിയാത്ത ഒരാള്. അപ്പം അടുത്ത VR ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത VR ആണോ എന്ന് എന്താണ് ആൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പം എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായി. ഇപ്പം ചാനൽ നല്ലപോലെ കൊണ്ടുപോകുമായിരുന്നു. അതിനിടയ്ക്ക് ഓൾറെഡി എൻ്റെ കല്യാണത്തിന് മുമ്പേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലിയിൽ. അപ്പോൾ അത് ഞാനുമായിട്ടായിരുന്നു പ്രശ്നങ്ങൾ. അതിൽ നിന്ന് ഞാൻ ഇറങ്ങി. അതിനുശേഷം എനിക്കൊരു തുണ വേണമെന്ന് തോന്നി, ഞാൻ അവളെ കെട്ടി. അത് അതിനുശേഷം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. അത് നമ്മൾ കുറേ നാൾ മറച്ചു വെച്ചു. ആദ്യമൊന്നും ഇല്ലായിരുന്നു, ആദ്യമൊന്നും ഇല്ല എന്നല്ല, അത് നമ്മുടെ അടുത്ത് അഭിനയിച്ചു നിന്ന് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ അവിടുന്ന് ആരും അറിയാതെ, ഒരാൾ പോലും അറിയാതെ അവിടുന്ന് ഇറങ്ങി വന്നു. നിങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ ഇവളെ ആശുപത്രി കൊണ്ടുവന്നത്, വർക്ക് ഫീച്ചറായിട്ട് കൊണ്ടുവന്നതും. ആ സിറ്റുവേഷൻസ് ഒന്നും ആരെയും അറിയിച്ചിട്ടില്ല. ഞാൻ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടുകളും നമുക്ക് പബ്ലിക്കിൽ അറിയിക്കാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. അത്രയും ക്രൂഷ്യൽ സിറ്റുവേഷൻസിൽ നമ്മൾ ഡെയിലി വ്ലോഗ് ചിരിച്ചുകൊണ്ട് തന്നെ ചെയ്തു. കാരണം നമുക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റുള്ളൂ. ഇവള് പ്രഗ്നന്റ്, അത് കുഞ്ഞുണ്ടാകും, ആമിച്ചൻ ജനിക്കാൻ പോകുന്നു, അങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസ്. അതിനുശേഷം കുഞ്ഞ് ജനിച്ചു. അപ്പോഴും നമ്മുടെ കുഞ്ഞ് ആമിച്ചൻ ഓരോ പ്രശ്നങ്ങൾ, ഇങ്ങനെ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ അവൾ ആ കുഞ്ഞിനെ തൊട്ട് കേട്ട് വളർന്നതിൻ്റെ ഓരോ ട്രോമ അവൾക്ക് ഇപ്പോഴും ഉണ്ട് സത്യം പറഞ്ഞാൽ. കാരണം അതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ലച്ചൂട്ടിലും അവലും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം ലച്ചൂട്ടി അത്രയും ഈ ഒരു ആമിച്ചം കാണിച്ചതിലും കുറേ കൂടെ ആക്റ്റീവായിട്ട് നമുക്ക് പല കാര്യങ്ങളിലും തോന്നാറുണ്ട്. കാരണം നമ്മുടെ ആമി ജനിച്ച് വളർന്നപ്പോൾ തൊട്ട് ഷൗട്ടും കാര്യങ്ങളും ഇത് തന്നെ കേട്ട് ആ കൊച്ച് അത്രയും ഇതിലും കുഞ്ഞാണേലും അവളുടെ മനസ്സിലോട്ട് എന്തെങ്കിലും ഒക്കെ കയറിയിട്ടുണ്ടാവും ഉറപ്പായിട്ടും. അപ്പം അങ്ങനെ അന്ന് നമുക്ക് ഒരു സിറ്റുവേഷൻ വന്നു. നമ്മൾ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷവും നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. കുറേ ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ തിരിച്ച് അവിടോട്ട് തന്നെ പോയി. അവിടുന്ന് നമ്മൾ ഇറങ്ങി പോരേണ്ട പിന്നെയും വന്നു. എന്നിട്ടും നമ്മൾ വേണ്ടിയില്ല. ഏറ്റവും അവസാനം ഇങ്ങനെ കുറേ കമന്റ്സ്, അതായത് നമ്മുടെ ഫാമിലിയിൽ വന്നേക്കുന്ന കുറേ പേര്, അത് പലതവണ ഞാൻ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ഇത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം മനസ്സിലാക്കേണ്ടവർ ഇപ്പോഴും നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്ത് സന്തോഷമുണ്ട്. പക്ഷേ പിന്നെ ഇങ്ങനെയിട്ട് ടോർച്ചർ ചെയ്യുന്ന ഒരു ശരിയായിട്ടുള്ള പരിപാടിയല്ല. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. അവിടെ ആ വീട്ടിലത്തെ വ്യക്തികൾ, അതായത് നമ്മളോട് ദ്രോഹം ചെയ്ത വ്യക്തികൾ പുറത്ത് അത് വേറെ രീതിയിൽ വിളിച്ചു പറഞ്ഞ് കമന്റ് വന്ന് നമ്മുടെ ചാനലിൽ നമ്മുടെ ഇതിനകത്ത് വന്ന് മോശമായിട്ട് ഇട്ടത് നമ്മളെ ബാധിക്കുന്ന രീതിയായപ്പോൾ നമ്മുടെ ലൈഫിനെ, എൻ്റെ കുഞ്ഞിൻ്റെ, എൻ്റെ ഭാര്യയുടെയും എൻ്റെ ലൈഫിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങളായപ്പോഴാണ് എനിക്ക് വാ തുറക്കേണ്ടി വന്നത്. ഒരിക്കലും ഒരു അമ്മയും ഒരു അമ്മയെ പറ്റിയോ ഒരു അപ്പനെ പറ്റിയോ അവരെത്ര തെറ്റ് ചെയ്താലും മക്കൾ അത് ക്ഷമിച്ച് പോവുകയേ ഉള്ളൂ. ഞാനും അങ്ങനെ ക്ഷമിച്ച് പോയ ഒരു വ്യക്തിയാണ്. എനിക്ക് അവരെക്കുറിച്ച് ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പം നമുക്ക് പറയേണ്ട ഒരു സിറ്റുവേഷൻ എത്തും എല്ലാവരുടെ ലൈഫിൽ. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതായതുകൊണ്ട് നമുക്കത് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായതാണ്. നമുക്കത് പറഞ്ഞാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ കുറേ നമ്മൾ സഹിച്ച് ക്ഷമിച്ചും പോകും. പക്ഷെ അത് പറയേണ്ട ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ നമുക്കത് പലരെയും കൺവിൻസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ പലരുടെ അടുത്തും പറയേണ്ടതായിട്ട് വന്നു. അങ്ങനെ പറഞ്ഞു പോയതാണ് നമ്മുടെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അടുത്ത VR ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവരെ ഇപ്പൊ അനു ഒക്കെ ആണെങ്കിൽ അവരുടെ വീട്ടിൽ അവർ ഇങ്ങനെ പറയുമ്പോൾ അവരിനി വേറെ താമസിക്കാൻ പോവാ. നിങ്ങൾ ഇനി നാളെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഇവരെന്തിയെ ചോദിക്കും. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ അപ്പം മാറി താമസിക്കുവാന്ന് അവരൊരു വീഡിയോ വന്ന് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മളെയായിട്ട് കമ്പാരിസൺ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. കാരണം അനുവോ ചിന്നു അവന്റെ അമ്മനെയോ ആരെ കുറിച്ചോ ഇനും അത് പറഞ്ഞിട്ടില്ല, അച്ഛനെ കുറിച്ചോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ ഫാമിലിയിൽ കുറെ ഇഷ്യൂസ് ഉണ്ട്, അവർ അവിടുന്ന് മാറി താമസിക്കുന്നു. അപ്പൊ ഇത് ഞാനൊരു പ്രതിനിധി മാത്രമാണ്. ഇത് അതായത് നമുക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ നമ്മുടെ കാര്യം വന്നപ്പോ മാത്രമല്ല, ഇപ്പം ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര്, ഇപ്പൊ ഇവർക്കും ഞങ്ങൾക്ക് മാത്രമല്ല ഒത്തിരി പേര് ഞാനും കണ്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ കമന്റ്സ് ആണ് മനസ്സിലാവും. ഓരോ ചേച്ചിമാരും ഓരോ ചേട്ടന്മാരും പെൺകുട്ടികളെക്കാളും കൂടുതൽ ഭർത്താക്കന്മാരാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം രണ്ടുപേരെ എവിടെ നിൽക്കണം എന്ത് ചെയ്യണം എന്ന് പറയാൻ അവസ്ഥയിൽ നിന്നിട്ട് വർഷങ്ങളോളം സഹിച്ചു കുറിച്ച് മുന്നോട്ട് ചെയ്തും കൊണ്ടും എന്നിട്ട് ഒന്നും ഇല്ലാതായി കഴിഞ്ഞാൽ അത്രയും നാൾ കഷ്ടപ്പെട്ടതും കൂടെ മുഴുവൻ പോയി കഴിഞ്ഞ് അവസാനം ഇവരെ ഇറക്കി വിടും. മോനെയാണ് ഇറക്കി വിടുന്നത്. കൂട്ടത്തിൽ ഭാര്യയ്ക്കും ഒക്കെ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പോകുന്നത്. അല്ലാതെ കയറി വരുന്ന പെണ്ണുങ്ങളോ മരുമക്കൾ എത്ര കാലം കഴിഞ്ഞാലും കയറി വരുന്ന പെണ്ണുങ്ങളെ എപ്പോഴും മരുമക്കളല്ലാതെ മോളായിട്ട് ഒരു അമ്മയും കാണത്തില്ല. അവിടെ മോളെ എന്ന് പറഞ്ഞ് നിൽക്കും. ഇപ്പൊ കാണുന്ന ഓരോ സ്നേഹവും ആയിരിക്കത്തില്ല മുന്നോട്ടുള്ളത്. എത്ര ക്യാമറയുടെ മുന്നിലുള്ള അഭിനയം അല്ലാതെ ജീവിതത്തിൽ അവരാരും ഈ സ്നേഹം കാണിക്കുന്നത്. ക്യാമറ ഓഫ് ആയാൽ തീരാന്നുള്ള നമ്മള് ഡെയിലി വ്ലോഗ് ഇട്ടോണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പൊ ആ സമയത്തൊന്നും നമുക്ക് വ്ലോഗ് ഇടാൻ പറ്റിയിരുന്നില്ല. അപ്പം എന്റെ മുന്നിൽ വെച്ച് എന്റെ ഭാര്യ വിധവയാകുമെന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ എനിക്ക് പിറ്റേ ദിവസം വന്നു. എനിക്ക് വ്ലോഗ് ഇടാനോ റീച്ച് ഇടാനോ ആണ് എനിക്ക് പിറ്റേ ദിവസം വന്നത് പറഞ്ഞാൽ മതി. ഇന്ന സംഭവം ഉണ്ടായി ഇങ്ങനെ. നമ്മുടെ ചാനലിന് നമ്മുടെ ഒരു
നമ്മുടെ ഈ ഒരു VR Love ചാനൽ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷനാണ്. മനസ്സിലായി? എല്ലാവരും ഇവിടെ നിന്നിട്ടാണ് നമുക്ക് ചാനലിൽ റീച്ച്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി റീച്ച് നമ്മുടെ ടിക്ടോക്ക് കാര്യങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഫാമിലിയിലോട്ട് വന്നപ്പോഴത്തേക്കും എല്ലാവരെയും കാണാം. ആ ഒരു ബോണ്ട് കാര്യങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ച് വന്നവരുടെ ഇടയ്ക്ക് നമ്മൾ പെട്ടെന്ന് വന്ന് പറയുവാണ് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമല്ല. ഞാനാണ് അവിടെ കള്ളനാവാൻ പോകുന്നത്, കാരണം നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് പറയാനായിട്ട് ഞാൻ തയ്യാറാവും ഒരിക്കലും. അത്രയും ഒരു ഇതിലോട്ട് എത്തിയപ്പോഴത്തേക്ക് ഞാൻ സ്വയമേ കള്ളനാണെന്ന്, അതായത് ആ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് അഭിനയിച്ച് നിൽക്കുമായിരുന്നു, നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് അത്രയും ധൈര്യം വരാനായിട്ട് എന്തുവാണ് കാരണം? ഇവളുടെ ലൈഫ് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെയും മരണം സംഭവിക്കും എന്നൊരു ഇത് വന്നപ്പോഴാണ് നമുക്കത് പറയേണ്ട സാഹചര്യം എത്തിയത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഓപ്പൺ അപ്പ് ചെയ്യേണ്ടി വന്നത്. അതോടെ നമ്മുടെ ചാനൽ തകർന്നു പോയില്ലേ? എനിക്കറിയാം തകർന്നു പോകുമെന്ന് അറിയാം. കാരണം അങ്ങനെ ഒരു ബോണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ചാനൽ പെട്ടെന്ന് അവർ കൊള്ളത്തില്ല, നമ്മൾ മാത്രമാണ് ശരി എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു വിഷയം അവിടെ എനിക്കത് അറിയായിരുന്നു. എന്നിട്ട് നമ്മളത് പറയാൻ വന്നത് എന്തുകൊണ്ടാ? നമുക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റുള്ളൂ, കുഞ്ഞിന് വേണ്ടി ജീവിച്ചേ പറ്റുള്ളൂ. ഇത്രയും നമ്മൾ അനുഭവിച്ചിരുന്നു, അത് നമുക്ക് മുന്നോട്ട് അത് ഇനി അനുഭവിച്ച് പോകാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് അവിടെ ഓപ്പൺ അപ്പ് ചെയ്തു. അന്ന് അത് VR Love അമലാണോ എന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും ശരിയല്ല. അനുവാണ്, അമലുമാണ്. രണ്ടും രണ്ട് പേഴ്സൺ ആണ്. പക്ഷേ അനുവും എല്ലാവരും അനുഭവിക്കുന്നത് ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ കല്യാണശേഷം അനുഭവിക്കുന്നുണ്ട്. അത് ഞാൻ നേരിട്ട് ഒരുപാട് ആൾക്കാരോട് ആ സമയത്ത് സംസാരിച്ചിട്ടുള്ളതാണ്. എനിക്ക് നല്ലപോലെ അറിയാം. നമ്മളെക്കാളും ക്രൂരമായിട്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇറങ്ങിപ്പോകാൻ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നാൽ പിന്നെ ഇറങ്ങി നിങ്ങൾക്ക് പൊയ്ക്കൂടെ, നിങ്ങളുടെ പണി നോക്കി പൊയ്ക്കൂടെ. പക്ഷെ അത് തയ്യാറല്ല. ഒന്നെങ്കിൽ ഹസ്ബൻഡ് അത് സമ്മതിക്കത്തില്ല, കാരണം അവർക്ക് കൂടെ എന്നും അവർ തന്നെ വേണം. നീ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകും എന്ന് പറയുന്ന ഭാര്യമാരോട് പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ അങ്ങനെ ഈ അടുത്ത ക്വസ്റ്റിനോട്ട് പോയത് ഒരു ക്വസ്റ്റ്യൻ നീണ്ടുപോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അടുത്ത ഷെറിൻ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ സോഷ്യൽ മീഡിയയിൽ പറയേണ്ട പിന്നീട് കാണേണ്ടവരായിരിക്കില്ല. പറഞ്ഞു ഒന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല അനുഭവങ്ങൾ അതുപോലെ തന്നെ. എന്നാലും പറയാം, VR Love ചാനൽ അവർ ഒന്ന് പറയും, അമ്മ ചാനൽ അവരും പറയും. അത് കണ്ട് എല്ലാം പേടിയാണ്. അവർ ഇപ്പോൾ ഇട്ടേക്കുന്ന ഒരാൾ നല്ലൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഷെറിൻ ഹാരിസ് അവർ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് കാര്യമാണ്. ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുന്നു, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അവർ ചെയ്യുന്നു. അപ്പം ഇതിനെ നടുക്ക് നിൽക്കുന്ന വ്യൂവേഴ്സ് വിചാരിക്കും ഇതിലെന്തുവാണ് സത്യം. കാരണം ഒരു വശത്ത് നല്ലപോലെ അഭിനയിച്ച് നിൽക്കാനായിട്ടും കള്ളക്കണ്ണീര് ഒഴുക്കാനായിട്ടും അറിയാവുന്നവരുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, ഇത് സത്യം അവരുടെ ഭാഗത്താണ്. ഒരു പരിധി വരെ ഒരു 0.1% അങ്ങോട്ട് വിചാരിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ്സ് ആണ്. ഇതിന് നടുക്ക് നിൽക്കുന്ന ആവശ്യമില്ലാതെ ടെൻഷൻ, അതായത് ഒരുപാട് ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടായിട്ട് എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരുടെ മനസ്സിലും ടെൻഷൻ ഉണ്ടാവുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ്, അമ്മയും മകനും തമ്മിൽ അടിയായി, എന്തുവാണ്. പിന്നെ അവർക്ക് ഒരു പരിധിവരെ ക്യൂരിയോസിറ്റി ഇതിനകത്ത് ജനറേറ്റ് ചെയ്യും. അപ്പൊ എന്തുവാണ് അവിടെ സംസാരിക്കുന്നത്, എന്തുവാണ് ഇവിടെ സംസാരിക്കുന്നത്. അത് നോർമലി എല്ലാവർക്കും, എനിക്കാണെങ്കിൽ പോലും അത് ഉണ്ടാവും. അപ്പം ആ ഒരു സംഭവമാണ് അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നത്. പിന്നെ അത് ഒരാൾ കമന്റ് ഇടുന്നു, അത് ഇപ്പുറത്തെ ആളെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്നു, അത് കൂടുതൽ വഷളാകുന്നു. ഇവരുടെ കാര്യത്തിലൊന്നും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. എനിക്ക് അവർക്കും ഫാമിലി എന്തോ ചാനലുണ്ട്. അപ്പോൾ അനുവിനും ചിന്നുവിനും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പറയും. അതുകൊണ്ട് ആരും അവരുടെ ചാനലിൽ പോയിട്ട് ഇങ്ങനത്തെ കമന്റ്സ് ഒന്നും ദൈവത്തെ ഓർത്തിയിട്ടില്ല. അവരുടെ പ്രശ്നം അവരായിട്ട് സോൾവ് ചെയ്യട്ടെ. നമ്മുടെ കൂടുതലൊരു പ്രശ്നം വഷളായത് അങ്ങനെയോടെയാണ്. അവിടെ കുറച്ച് ടീംസ് തിരിഞ്ഞു, ഇവിടെ കുറച്ച് ടീംസ് തിരിഞ്ഞു. അല്ല, ഓൾറെഡി പ്രശ്നം അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ ഉള്ളൂ. അതെ. അടുത്തത്, ഒരു വീടാവുമ്പോൾ ഷെമിൻ ആള് തന്നെയാണ്. ഒരു വീടാവുമ്പോൾ പ്രോബ്ലം ഉണ്ടാവും. മാറി താമസിക്കൽ ഒരു നല്ല തീരുമാനമാണ്. ബട്ട് വീട്ടിലെ പ്രോബ്ലംസ് വീഡിയോ ആക്കരുത്, VR Love പോലെ ആക്കരുത്. പേരൻസ് ആണ് ചിലപ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടാവും, എന്നാലും അവരെ പബ്ലിക്കിന് മുന്നിൽ നാണം കെടുത്തരുത്. അവരുടെ മനസ്സ് വേദനിപ്പിക്കേണ്ട. പറയുന്നവർ പറയണം. ഇത് 20 പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ പേരൻസ് ആണ് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഈ മക്കളാണ് തെറ്റ് ചെയ്തതെന്ന പിന്നെ മക്കളാണ് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് പേരൻസിനെ ക്ഷമിച്ചുകൂടെ? കാരണം ഈ പേരൻസ് ജനിപ്പിച്ചവരല്ലേ ഈ മക്കളുടെ അടുത്ത് ഒരു തെറ്റ് വരുന്നുണ്ടെങ്കിൽ അവർ ക്ഷമിച്ചുകൂടെ? എന്തുകൊണ്ട് ക്ഷമിക്കുന്നില്ല? എല്ലാവരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. ഈ ഭൂമിയിൽ അവർ ജനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. അവർക്ക് പേരൻസ് മുഖ്യം തന്നെയാണ്. ഇപ്പൊ നമുക്ക് എത്ര ഇമ്പോർട്ടൻസ് ആണോ പേരൻസ്, അതുപോലെ തന്നെ പേരൻസിനും നമ്മളും ഇമ്പോർട്ടന്റ് ആയിരിക്കണം. ഇപ്പൊ അവരുടെ അടുത്ത് നമ്മൾ തെറ്റുകൾ ക്ഷമിക്കാൻ തയ്യാറാണ്. അതേപോലെ തന്നെ നമ്മുടെ അടുത്തും തെറ്റുകൾ, നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടായാലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരും ക്ഷമിക്കാൻ തയ്യാറാവണം. രണ്ടു കൂട്ടരും അങ്ങനെ പോയാലേ ആ പേരന്റ് ഇത് രണ്ടുപേരും തമ്മിലുള്ള ബോണ്ട് മുന്നോട്ട് പോകത്തുള്ളൂ. ഇതിപ്പം
പേരൻസ് മാത്രം അങ്ങോട്ട് തെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് അവസാനം ക്ഷമിച്ചു പോകുന്നത് അതിന് കാര്യം 2024 മാറാത്തൊരു കാര്യം. ഞാൻ എന്റെ ഒരു ഷോർട്സ് ഇട്ടാൽ പോലും പണ്ടത്തെ ഓരോ ഷോർട്സിനകത്ത് എന്റെ കമന്റ് ബോക്സ് കാണാം. അത്ര അനാവശ്യമായിട്ട് തന്നെ പറയുന്നത്. അതുപോലെ തന്നെ പേരൻസ് എല്ലാം അവരോട് ക്ഷമിച്ചു കൊടുക്കുന്നത്. കാരണം ഞങ്ങളും ഇപ്പൊ പേരൻസ് ആണ്, ഞങ്ങളും പേരൻസ് അല്ലേ, ഞങ്ങൾ 2 കുഞ്ഞുങ്ങളുടെ അമ്മയും അച്ഛനും അല്ലേ. അതുപോലെ തന്നെ ഇനിയും ഞങ്ങൾ പ്രായമായി വരുന്ന വാർദ്ധക്യത്തിൽ എത്തുന്നവരെ തന്നെ ആരെപ്പ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്യുന്നവർ പ്രായവും അതിനകത്ത് പേരൻസ് മക്കള് അങ്ങനെ ഇല്ല. അത് എന്താ മാറാത്ത? പിന്നെ പബ്ലിക്കിന് മുന്നിൽ നാണം കെടുത്തരുത്. പബ്ലിക്കിന് മുന്നിൽ മക്കളെ നാണം കെടുത്താൻ പറ്റുമോ? അതിനുള്ള റൈറ്റ് ആർക്കാണുള്ളത്? എന്റെ പേര് വിളിച്ച് അവളുടെ പേര് വിളിച്ച് പബ്ലിക്, അതായത് പബ്ലിക്കിൽ നിന്ന് ഒരാൾ ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വന്നതാണ്. അവരുടെ അടുത്ത് വിളിച്ച് പലരുടെ അടുത്തേ വിളിച്ച് നമ്മുടെ ചാനലിൽ കമന്റ് ഇടുമ്പോൾ പബ്ലിക്കായിട്ട് നമ്മളെ നാണം കെടുത്തിയാരാ? അപ്പൊ എന്തിനു നമുക്ക് ഓപ്പൺ അപ്പ്? നമ്മൾ ആരെ നാണം കെടുത്താൻ വേണ്ടി പറഞ്ഞല്ല, ഉള്ള കാര്യം കറക്റ്റായിട്ട് പറഞ്ഞാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതല്ല പറഞ്ഞതാണ്. അത് ഉറപ്പായിട്ട് എനിക്ക് പറയാനായിട്ട് പറ്റും. കാരണം നമുക്ക് മുന്നോട്ട് ഇങ്ങനെ പേരന്റ് ആണെന്നും പറഞ്ഞ് സ്ട്രഗിൾ ചെയ്ത് പോകണം. എൻ്റെ മക്കളും എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ ആയിരിക്കണം, സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കണം എല്ലാ കാര്യത്തിലും. ഇപ്പൊ എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയണം. അവിടെ അത് നമ്മൾ തിരുത്താൻ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പറ്റിയത് നമ്മൾ പലതവണ കോംപ്രമൈസിന് വേണ്ടി ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ അടുത്ത് പറയുന്നതിന് മുമ്പ് പലതവണ പല ബെഞ്ചിലും പല ആൾക്കാരുടെ ചുറ്റും ഇരുന്ന് നാണം കേട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമ്മളത് ഒത്തുതീർപ്പായി പോകാൻ വേണ്ടി തയ്യാറായിരുന്നു. പക്ഷെ ആ സമയത്ത് മോശം തെറികളും വിളിച്ച് നമ്മളെ വീണ്ടും അധിക്ഷേപിച്ച് ഭയങ്കര മോശമാക്കിയത് അവസാനം അവർ തന്നെ പുറത്ത് പബ്ലിഷ് ചെയ്തപ്പോഴാണ്, പലരോടും പറഞ്ഞപ്പോഴാണ് നമുക്ക് പറയണ വന്നത്. അപ്പൊ നമുക്ക് എനിക്ക് എന്ത് ക്ഷമിക്കേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ട് നെവർ മൈൻഡ്, ഹാപ്പിയായി ജീവിക്കുക. എങ്ങനെ ഹാപ്പി ആയിട്ട്? ഓക്കെ, നെവർ മൈൻഡ്. ഇപ്പൊ എന്നെ ആളുകളിലെല്ലാം ഞാനിപ്പോ ഒരു ഏഞ്ചലായ, അല്ലെങ്കിൽ എന്നെ ഒരു ഇപ്പൊ പലരും എന്നെ കളിയാക്കുക നന്മമരം എന്നൊക്കെ വിളിച്ച് കളിയാക്കിയിട്ടുണ്ട് ഒത്തിരി. അപ്പോൾ ഞാൻ ഒരു നന്മമരമായാലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമായിരുന്നതിൽ അവിടെ വെച്ച് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. ഇവർ കുറേ നുണകളും കള്ളങ്ങളും എല്ലാം ആൾക്കാരോട് വിളിച്ചു പറഞ്ഞു. അവർ വന്ന് കമന്റ്സ് എല്ലാം ഇട്ടു. അപ്പം ഞാനങ്ങ് വിചാരിച്ചേക്കുക ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക, ഇല്ലാത്തതും മറിച്ചതൊക്കെ വന്നിട്ട് കമന്റ്സ് ഇടുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വായ അടച്ചു വെച്ചിട്ട് ഞാൻ എൻ്റെ ചാനൽ സ്റ്റോപ്പായിട്ട് പോവായിരുന്നു. അപ്പോൾ എൻ്റെ ലൈഫ് അവിടെ നിന്ന് തീർന്നതിന് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലോട്ട് പോയായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ അങ്ങനെ ചെയ്യുമായിരുന്നതിൽ അവരെന്നും നല്ലവരായിട്ടും ഇരിക്കും. നമ്മൾ പുറത്തായവരെന്നും പുറത്ത് തന്നെ ഇരിക്കും. പക്ഷെ അല്ല, എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മ ഒന്നും നമ്മൾ പറഞ്ഞില്ലല്ലോ. ഇത് ഞാൻ എൻ്റെ കല്യാണം മുമ്പ് തൊട്ട് ഞാൻ അനുഭവിച്ചു വരുന്ന ഒരു കുറേ സിറ്റുവേഷൻസ് ആണ്. എനിക്ക് അവസാനം ഓപ്പൺ അപ്പ് ചെയ്യുക. അന്നേരം എൻ്റെ മൈൻഡ് ഫുള്ള് ഫ്രീ ആയി. ഏറ്റവും അവസാനം കുറേ പ്രശ്നങ്ങൾ, കുറേ എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് ആരും ഇല്ലാണ്ടായി. അവസാനം എനിക്ക് ഇവിടെ ഈ ഒരു ഫാമിലിയെ കിട്ടി. ഇവിടെ എനിക്കിപ്പോൾ ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഇവരും അമ്പലച്ചേച്ചിയൊക്കെ പിന്നെ മണികണ്ഠൻ, ഇത്രയും പേര് എനിക്ക് എൻ്റെ ലൈഫിലുള്ള. അച്ഛനും അമ്മ എന്നൊരു ആൾക്കാരെ ഇല്ല എൻ്റെ ലൈഫിൽ. ജനിപ്പിച്ച ആരാന്ന് ഒരാൾ ചോദിച്ചാൽ പോലും എനിക്ക് പറയാനായിട്ടില്ല. എൻ്റെ അച്ഛൻ മരിച്ചുപോയി, കുഞ്ഞിനെ എനിക്ക് മരിച്ചുപോയി. പിന്നെ അമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനായിട്ടൊരു ഓപ്ഷൻ ഇല്ല. അവരുടെ വേറെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞു പോയി എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് അങ്ങനെ ക്ഷമിച്ച് പോകാൻ പറ്റുമായിരുന്നു. കാരണം ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പേ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഉണ്ട് ലൈഫിൽ. അതുകൊണ്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു പരിധി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്തത്. അപ്പം എനിക്ക് നെവർ മൈൻഡ് എന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. അടുത്തത് തൃഷ. ചിന്നു ഒട്ടും ആക്റ്റീവ് അല്ലാതെ എന്ന് ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴും. ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അവരുടെ ചാനലിലെ കാര്യമാണ് കേട്ടോ. ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാറ്റം അനിവാര്യമാണെങ്കിൽ മാറിയല്ലേ പറ്റൂ. നിങ്ങൾ മാറിയാലും ബന്ധങ്ങൾ നിലനിർത്തുക. നമുക്കും അത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ എന്താണുള്ളത് നിങ്ങൾ തുറന്ന് പറയണം. എന്തിനു തുറന്ന് പറയണം? അവരൊന്നും തുറന്ന് പറഞ്ഞ എൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ ഇരിക്കുന്ന അവസ്ഥ. മനസ്സിലായോ? എന്നെ ഇന്നും അതിനകത്ത് എന്നിട്ട് അവസാനം വിക്ടിം കാർഡ് കളിക്കുന്ന ആരാ? ഈ തെറ്റ് ചെയ്തേക്കുന്നവരെല്ലാം വിക്ടിം കാർഡ് കളിക്കും. നമ്മളെല്ലാം മനസ്സിൽ നിന്ന് തുറന്നു പറയും. അവസാനം വിക്ടിം കാർഡ് തെറ്റ് ചെയ്തൊരു വിക്ടിം കാർഡ് കളിച്ച് അവർ ലക്ഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതാണ് നടക്കാൻ പോകുന്നത്. അടുത്തത് നിങ്ങളുടെ സൈഡ് മനസ്സിലാക്കാൻ വേണ്ടി ബട്ട് വി ആർ ലവ് പോലെ ആകരുത് പ്ലീസ്. പിന്നെ എന്തോ ഉദ്ദേശിക്കുന്നത്? ഒരാൾ തുറന്ന് പറയുമ്പോൾ പിന്നെ എന്തോ തുറന്ന് പറയണ്ട? അവർ ചെയ്തത് അനുഭവിച്ചത് അവർ പറയണമെന്നല്ല നിങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത്. പക്ഷെ വി ആർ ലവ് പോലെ ആവില്ല. എന്തോ ഇത്? അടുത്ത ശില്പ. വി ആർ ലവ് ടീം എന്താ കേസ്? അവർ ഫുൾ ഉഡായ്പാണെന്ന് കേട്ടിരുന്നു. ശില്പ കേട്ടിരുന്നു കേട്ടോ. ശില്പ ഏതോ നടിയുടെ ഏതോ ഫോട്ടോ ആണ് ഇട്ടേക്കുന്നത്. കൂടുതൽ പറയാനായിട്ടില്ല ഒന്നും. അടുത്ത അച്ചുപാറു. വി ആർ ലവ്. അവരെ പോലെ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും പബ്ലിക് ആക്കരുത്. ഇതുപോലെ കാര്യങ്ങൾ കേൾക്കാനും കാണാനും ആളുകൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് വ്യൂസ് കിട്ടും. അതാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന നാണക്കേടും നെഗറ്റിവിറ്റികളും സഹിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. കഴിയുന്നതൊന്നും പറയാതിരിക്കുക. ഭർത്താവിൻ്റെ വീട്ടിൽ ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ മാറി താമസിക്കുക. നിങ്ങളുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക. മുൻപ് ഒരു വാടക വീട് എടുത്തത് ഓർത്ത് വെറുതെ ആയി കുറേ പൈസ ചിലവാക്കി എന്നല്ലാതെ ഒന്നും നടന്നില്ല. അതുപോലെയുള്ള വീട് എടുക്കാതെ ഒരു നല്ല കൊച്ചു വീട് കിട്ടാൻ നോക്കൂ. അത് 136 ലൈക്ക് ഉണ്ട് കേട്ടോ. അതിന്
കൂടുതൽ ആൾക്കാർ വിആറിലോ അവരെ പോലെ നിങ്ങൾ പ്രശ്നങ്ങളുടെ പബ്ലിക് ആക്കരുത്. അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പ്രശ്നം എന്തുകൊണ്ട് പബ്ലിക് ആക്കിയെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ ഇവരെ ആരും മെൻഷൻ ചെയ്യാതെ വിആർഎല്ലോ പബ്ലിക് പ്രശ്നമാക്കി എന്ന് പറയുന്നത്? അത് ശരിയാണോ? അത് അപ്പം നമ്മളല്ല പ്രശ്നങ്ങൾ പബ്ലിക് ആക്കിയവരെ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് ഞങ്ങൾ കുറച്ചുപേരെ പരിചയപ്പെടുത്തി തന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ കേട്ടി അവരൊക്കെ എല്ലാരും അപ്പം അത് നമുക്ക് പറ്റിയ തെറ്റ് നമ്മൾ അത് തിരുത്തി. എല്ലാവർക്കും ഓരോരോ ചാനലുകൾ ഉണ്ടാക്കി. എന്റെ സ്വപ്നം അവരെല്ലാം നല്ലപോലെ ഇരിക്കുക എന്നുള്ളതായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ചാനലും നമുക്ക് നമ്മുടെ സബായിട്ട് 2.0 അതുപോലെ ഡ്രീം പറഞ്ഞൊരു ചാനൽ, അതുപോലെ തന്നെ മറ്റേതും അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ചാനലാണ്. അപ്പം ഇങ്ങനെ ഓരോ ചാനലും അവരെല്ലാം നമുക്ക് ആ ഒരു ചാനലിൽ നമ്മുടെ ഒരു ചാനലിൽ നിന്ന് ഫെയിം ആയ നമ്മുടെ കൂടെ നിന്ന് ഫെയിം ആയിരിക്കുന്ന ആൾക്കാരാണ് ഈ നാട്ടിൽ കിടന്ന ഇവരെ ആരും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ എല്ലാരും അറിയുന്നല്ല എങ്കിലും ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആയിട്ട് നിന്നിരുന്ന ക്രിയേറ്റേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ കുറച്ച് എല്ലാവർക്കും അല്ല കുറച്ച് ആൾക്കാർക്ക് അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ അറിഞ്ഞപ്പോ ഞങ്ങളിലൂടെയാണ് എല്ലാരും അറിഞ്ഞത്. ഞങ്ങൾ മാത്രമല്ല തെറ്റ്. ഇവരുടെ പേരാണ് ഈ മെൻഷൻ ചെയ്യേണ്ടത്. പബ്ലിക് ആക്കിയതിന് ഇവരുടെ പേരാണ് മെൻഷൻ ചെയ്യേണ്ടത്, അല്ലാതെ നമ്മുടെ പേരല്ല വന്നിട്ട് മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും കമന്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയത്. കാരണം ഇത് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് പറഞ്ഞില്ല ശരിയാകത്തില്ല. ഇനി ഇത് തന്നെ അല്ല അവരുടെ ചാനലോട് ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ല പറഞ്ഞത്. മറ്റുള്ളവർക്ക് നമ്മൾ എന്തോ ചെയ്തെന്നുള്ളത് വീണ്ടും ആക്കുക. കാരണം അതിന് വ്യൂസ് ഉണ്ട്, ആ ചാനലിൽ ആ വീഡിയോക്ക് വ്യൂസ് ഉണ്ട്. അപ്പൊ ഇത് കാണാൻ വരുന്ന പുതിയ ആൾക്കാരും വിചാരിക്കുമ്പോൾ വിആർഎല്ലോ സെർച്ച് ചെയ്ത് നോക്കുമ്പോ ഇതാണ് സംഭവം. അപ്പൊ ഇവരൊക്കെ ഇത്ര ടീമാണെന്ന് എന്തായാലും ഉറപ്പായിട്ട് വിചാരിക്കും. പുതുതായിട്ട് കാണുന്നില്ല. നമ്മൾ അവരുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ വീഡിയോസ് എല്ലാം നമ്മൾ ഹൈഡും ആക്കിയിട്ടേക്കുവാണ്. കാരണം നമുക്ക് അതിന് താല്പര്യമില്ല പുറത്തോട്ട് അധികം പോലും. അറിയേണ്ടവരെ ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിച്ചാൽ മതി. അങ്ങനെയുള്ള കാരണം എന്റെ ഫാമിലി, എന്റെ ഈ ഒരു ചാനലിലുള്ള ഫാമിലി എനിക്ക് ബോധിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. കാരണം അവരുടെ സമയം അവർ മെനക്കെടുത്തിയാണ് നമുക്ക് ഓരോ പരസ്യങ്ങൾ കാണുക, നമുക്ക് റവന്യൂ ജനറേറ്റ് ആകുന്നത്. അതിപ്പോ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഓരോ ചാനലിലാണെങ്കിലും അവർക്കെല്ലാം അത് ബാധ്യസ്ഥരാണ്. ഇങ്ങനെ അതായത് ഈ ഒരു കാര്യങ്ങൾക്ക് ബാധ്യസ്ഥരാണ്. അപ്പൂന്റെ അനിയൻ, അപ്പൂന്റെ പെങ്ങള്, അപ്പൂന്റെ എല്ലാരും ആ ഒരു ലെവലിലാണ് എല്ലാരും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ നമ്മളെ ആർക്കും ഇഷ്ടമില്ല, പക്ഷെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു മാർഗം എല്ലാവർക്കും താല്പര്യമാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഈ ഒരു കുറെ കമന്റ്സ് കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും നമ്മൾ എന്തോ ചെയ്ത പോലെയാണ് പറയുന്നത്. ഇത് ഞാനൊരു ജസ്റ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു സമൂഹത്തിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തൊരു പ്രതിനിധി മാത്രമാണ് ഞാൻ ഇപ്പോഴേലും ഓപ്പൺ അപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ശരിയാകത്തില്ലായിരുന്നു. നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്തുകൊണ്ട് പല ഫാമിലിയിലും പലരും അതും പറയേണ്ടത് കറക്റ്റ് സമയത്ത് പറയാനായിട്ട് പോയിട്ടുണ്ടാവും. 100% ഉറപ്പാണ്. നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. സഹിച്ചു നിന്നാ ഒന്നും നമുക്ക് നാളെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഭിത്തി പടം തൂങ്ങുന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതിലൊരു ഇതായിരുന്നു ഞാന്. ഉറപ്പായിട്ട് ഞാൻ ഇന്നും ഭൂമി കാണത്തില്ലായിരുന്നു. അതുപോലെയായിരുന്നു എന്റെ കാര്യങ്ങൾ അനുഭവിച്ചത്. അപ്പം അതിനകത്ത് സംസാരിച്ചു ഇത്രയും സ്ട്രോങ് ആയില്ല. അന്നൊന്നും എത്രയും ഇങ്ങനെ കരഞ്ഞു ഭൂമി കിടന്ന് എണീച്ചാലും രാവിലെ എണീക്കാൻ വീഡിയോ വരുമ്പോഴാണെങ്കിലും ആ ഒരു സംസാരം ഇല്ലെങ്കിലും അത്യാവശ്യം വീഡിയോ നിന്ന് ഇത് പോവായിരുന്നു. അങ്ങനെ മുന്നോട്ട് അഭിനയിച്ച് പോകാനും നമുക്ക് കുറെ വർഷങ്ങളോളം ഒന്നും പറ്റത്തില്ല ഒരിക്കലും ആർക്കും. അങ്ങനെ ജീവിച്ചു പോകുന്നവർക്ക് പറ്റും, അഭിനയമേ ജീവിതം എന്ന് പറഞ്ഞു പോകുന്നവർക്ക് പറ്റും, പക്ഷെ നമുക്ക് പറ്റത്തില്ല. നമുക്ക് അവരുടെ എന്ത് കാര്യം പറയാൻ സത്യം പറയാൻ യാതൊരു താല്പര്യമില്ല. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വന്ന് അത് പുറത്തോട്ട് അത് ഇപ്പോഴും പലരുടെ മനസ്സിൽ ചോദ്യം വരാം, എന്തിനു പിന്നെ നീ ഇതെടുത്ത് പിന്നെ ഇടുന്നു? നമ്മൾ ഇതെടുത്ത് ഇട്ടതല്ല. ഇങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് പബ്ലിക്കിൽ നിന്ന് ചോദ്യം വരുമ്പോൾ അത് റിപ്ലൈ കൊടുക്കുക എന്നുള്ള ആ ഒരു പബ്ലിക്കിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. അല്ലെങ്കിൽ അത് നമുക്ക് പറയാൻ ഒരു റൈറ്റ് ഇല്ല, ആരും ക്രൂശിക്കാനായിട്ടുള്ള. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ അനുഭവിച്ചു പോയവർക്ക് മാത്രമേ നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാനും അത് കറക്റ്റായിട്ട് ഗ്രഹിക്കാനും പറ്റും. പിന്നെ മനസ്സിലൊരു കുറച്ച് നന്മയുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുറച്ച് അങ്ങനെ പറ്റും. നമ്മൾ എന്തുവാണ് അനുഭവിച്ചത്. ഇന്നിപ്പോ ഇവിടെ ഇങ്ങനെ സൗണ്ട് ഉയർത്തി സംസാരിക്കുന്നുണ്ട്, അവൾ അങ്ങനെ ആയി തീർന്നതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പുഷ്പഗിരി ആശുപത്രിയിലോട്ട് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ സിഗ്നലിലേക്ക് അവിടെ കുറച്ചു നേരം ആ ഒരു സമയം സിഗ്നൽ അവിടെ കിടന്നപ്പോഴത്തേക്കും ഞങ്ങൾ എന്തോ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, നിനക്ക് അവരോട് തിരിച്ച് സംസാരിച്ചുകൂടെ കുഞ്ചൂസ്? നീ എന്തിന് ഇതെല്ലാം കേട്ട് സഹിച്ച് കരഞ്ഞുകൊണ്ട് നിന്റെ ജീവിതം? അത് ന്യൂറോളജിയെ കാണിക്കാൻ പോയിട്ട് സ്വീഷർ വന്ന് ആശുപത്രിയിൽ പോയിട്ട് വരുന്ന സമയത്താണ് ഞാൻ ഇവളോട് പറയുന്നത്, നീ എന്തിന് ക്ഷമിക്കുക? അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആശുപത്രി ചെന്നപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഇവരുടെ ഫോൺ നമ്പർ വിളിച്ച് അവരോട് സംസാരിക്കാം, കേസ്
വിളിച്ച് അപ്പൊ അവർ സംസാരിക്കാൻ തയ്യാറായില്ല. അപ്പൊ ഞാൻ തിരിച്ചു വന്നപ്പോ ഇവളോട് തയ്യാറായില്ല. അപ്പൊ ഇനി നമുക്കൊരു ഓപ്ഷനേ ഉള്ളൂ, നീയും തിരിച്ച് സംസാരിക്കുക. നീ തിരിച്ച് സംസാരിക്കണം. നിനക്ക് മോശമെന്ന് തോന്നിയ, നിന്നെ ഹേർട്ടാക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് നീ തിരിച്ച്. അപ്പോഴും ഇവിടെ പറഞ്ഞു ഇല്ല ഞാൻ സംസാരിക്കുകയല്ല, അങ്ങനെ പറ്റുകയല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ആ കുടുംബ ജീവിതം നമ്മുടെ അവിടുത്തെ ഉപ്പുതറയിലെ ആ ഒരു കാര്യം തീരും. കാരണം നമ്മൾ അവിടുന്ന് പോരണ്ട. അങ്ങനെ പിന്നെയും ഞാൻ പറഞ്ഞു ഇവളുടെ അടുത്ത്, എടി നിനക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എപ്പോഴും എനിക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കുകയല്ല. കാരണം നിനക്ക് വേണ്ടിയിട്ട് എപ്പോഴും നീ തന്നെ സംസാരിക്കണം. ഞാനത് സംസാരിക്കാൻ വേറെ രീതിയിലാണ് പോകുന്നത്, മനസ്സിലായോ? ഇപ്പം ഭാര്യയ്ക്ക് വേണ്ടി ഹസ്ബൻഡ് സംസാരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞ കാര്യം. നമ്മൾ അതിലോട്ടൊന്നും പോകണ്ട. അപ്പൊ അതുകൊണ്ട് നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ നമ്മൾ തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഒരു അത് നമ്മൾ ഇവളിപ്പോ ഇങ്ങനെ ഇപ്പൊ സംസാരിക്കുന്നത് ആ ഒരു ഇതിലോട്ട് എത്തിയത്. അപ്പം അതിനകത്ത് ഇങ്ങനെ തന്നെ സംസാരിക്കണം. ആരെടുത്താണെങ്കിലും നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ആണ്. നമുക്ക് പേരൻസിനോട് കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്. അവരെ ഉറപ്പായിട്ടും നോക്കണം. ഞാൻ അവരെ ജീവന തുല്യം എൻ്റെ ജീവൻ പോയാലും അവരെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ. അത് എൻ്റെ അപ്പം മരണപ്പെട്ടു. അതിനുശേഷം എൻ്റെ സെക്കൻഡ് ഫാദറിനെയും എൻ്റെ അമ്മയും നല്ലപോലെ പൊന്നുപോലെ അവർക്ക് ഒരു കുറവും വരുത്താതെ അവരെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് നോക്കണമെന്ന് ആഗ്രഹിച്ച് വെച്ച് നോക്കിയിട്ടുണ്ടെന്നും എനിക്ക് 100% അറിയാം. പക്ഷെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നു. അപ്പം അത് നമുക്ക് താല്പര്യമില്ല മുന്നോട്ട് ഈ നമ്മുടെ പേര് വലിച്ചിടുന്നതിനകത്തും. ഇങ്ങനെ വലിച്ചിടുന്നവർ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് ചെയ്യും. ഉറപ്പായിട്ടും അതിന് നീക്കുപോക്ക് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ലായിരിക്കും. എന്നേലും നീക്കുപോക്ക് കാര്യങ്ങളോ ഉണ്ടാവുമായിരിക്കും സൈബർ സെല്ലിൽ നിന്ന്. അങ്ങനെ ഉണ്ടായാലും ഉറപ്പായിട്ട് നമ്മൾ ലിങ്ക് കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തു കൊടുക്കും. നമ്മുടെ പേര് അനാവശ്യമായിട്ട് ഒരു പബ്ലിക്കിൽ ഹറാസ് ചെയ്യാനോ യാതൊരു ആൾക്കാരായിട്ടില്ല. കഴിഞ്ഞ ദിവസം എന്തോ കുറച്ച് പേരെ പിടിച്ചിട്ടുണ്ട്, എന്തോ കമന്റ് ഇട്ടതിന്റെ പേരിൽ. അപ്പൊ അത് ഇത്തിരി ഉന്നതത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കെതിരെ കമന്റ് ഇടാം. എന്നാലും നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ദൈവം അനുഗ്രഹിച്ച് അത്യാവശ്യം ഉന്നതങ്ങളിലൊക്കെ എത്തുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. അപ്പം അന്നാണേലും നമ്മളെ അനാവശ്യമായിട്ട് ഹറാസ് ചെയ്യുന്നവരെ നമ്മൾ ഉറപ്പായിട്ടും പിടിക്കാൻ പറ്റുവാണെങ്കിൽ മാക്സിമം പിടിക്കും. ഒരു നമുക്ക് അറിയത്തില്ല ഇതിന്റെ ഒന്നും കാര്യങ്ങൾ. നിയമവശമായിട്ട് നമ്മൾ കുറെ നടന്നിട്ടുണ്ട്. അവർക്ക് ആവശ്യം ഉള്ളപ്പോ എടുത്തിടുന്നതും ഞങ്ങൾക്ക് താല്പര്യം കാണുന്നത് താല്പര്യം. ഭയങ്കര അവർക്ക് സ്വയം തോന്നി തിരുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും പറയേണ്ട. ആർക്കെങ്കിലും നെഗറ്റീവായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം സോറി പറയുന്നു. നമ്മളെ സ്നേഹിക്കുന്ന ആരും നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം അത് നിങ്ങളോട് ആരോടും പറഞ്ഞേക്കുന്നതല്ല. ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ നമുക്കത് മനസ്സിലാവുന്നറിയാം. നിങ്ങൾക്ക് നിങ്ങളെന്തെങ്കിലും പറയുവാണെങ്കിൽ നിങ്ങളത് സംസാരിച്ചാൽ മതിയാവും. ഇങ്ങനെ ഒരു കളത്തര ഒരിടത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലാവും. നീ ഇന്നത് അടിച്ചു മാറ്റിയില്ലേടി എന്ന് ചോദിക്കുക ഒരാളെടുത്ത്. അയാൾ അടിച്ചു മാറ്റിയില്ലെങ്കിൽ അയാളുടെ സത്യം തെളിയിക്കുക എന്നുള്ളത് അയാളുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അയാൾ എപ്പോഴും കള്ളനായിട്ട് തന്നെ ഇരിക്കും. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഓരോ ഇൻഡിവിജ്വലാണ്. നമ്മുടെ നേരെ ഓരോ കൈ ചൂണ്ടുമ്പോഴും നമുക്ക് പറയേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കണം. അതുകൊണ്ട് മാത്രം പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. ഇനിയിപ്പോൾ നേരെ കടയിലോട്ടാണ്. ടാറ്റ. ഇന്നും ഷോർട്സ് ഒരെണ്ണം ഇടാൻ പറ്റുള്ളൂ. സമയമുണ്ടെങ്കിൽ ഇനി ഇടാം കേട്ടോ.